പ്രധാനപ്പെട്ട വാർത്ത പറയാനുണ്ട്. മലബാറിൽ നിന്നാണ്, മലപ്പുറത്തു നിന്നാണ്. മലബാറിലെ സീറ്റ് പ്രതിസന്ധിയുടെ ആഴം വെളിവാക്കി +1 സീറ്റിലേക്കുള്ള അപേക്ഷകൾ. അപേക്ഷ സ്വീകരിക്കുന്നത് ഇന്ന് അവസാനിക്കാനിരിക്കെ സംസ്ഥാനത്ത് ലഭിച്ച അപേക്ഷകളിൽ പകുതിയിലേറെയും മലബാറിൽ നിന്നാണ്. അപേക്ഷ നൽകാൻ ഒരു ദിവസം കൂടി ശേഷിക്കെ മലബാറിൽ മാത്രം 1,00,000-ലധികം വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിക്കില്ലെന്ന് ഉറപ്പാണ്. ഇന്നലെ വരെ മാത്രം ഏകജാലകം വഴി സംസ്ഥാനത്താകെ ലഭിച്ചത് 4,64,994 അപേക്ഷകളാണ്. ഇതിൽ 2,44,864 അപേക്ഷകളും പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള മലബാറിലെ 6 ജില്ലകളിൽ നിന്നും. എന്നാൽ ഈ ജില്ലകളിൽ ആകെയുള്ളത് 1,90,160 സീറ്റുകൾ മാത്രം. ചുരുക്കത്തിൽ നിലവിലെ സാഹചര്യത്തിൽ മലബാറിൽ മാത്രം 54,704 വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് അവസരം നിഷേധിക്കപ്പെടുമെന്ന് ഉറപ്പ്. ഇന്നത്തെ അപേക്ഷകൾ കൂടിയാകുമ്പോൾ കണക്ക് ഇനിയും ഉയരും. അപേക്ഷാ കാലാവധി പൂർത്തിയാകും മുമ്പ് തന്നെ +1 സീറ്റുകളേക്കാൾ കൂടുതൽ അപേക്ഷകൾ എത്തിയതോടെ മലബാറിലെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ആശങ്കയേറുകയാണ്. മലബാറിൽ ഇത്തവണ അപേക്ഷകൾ 2.5 ലക്ഷം കടന്നേക്കും. സർക്കാർ എയ്ഡഡ് മേഖലയിൽ 52,600 സീറ്റുകൾ മാത്രമുള്ള മലപ്പുറം ജില്ലയിൽ 80,343 അപേക്ഷകൾ ഇതുവരെ ലഭിച്ചു കഴിഞ്ഞു. പാലക്കാട് 45,119, കോഴിക്കോട് 47,950, വയനാട് 11,976, കണ്ണൂർ 37,926, കാസർഗോഡ് 20,108 എന്നിങ്ങനെയാണ് മലബാറിൽ ഇതുവരെ ലഭിച്ച അപേക്ഷകളുടെ എണ്ണം. റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം. അഷ്കർ അലി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സീറ്റ് പ്രതിസന്ധിയെക്കുറിച്ച് നമ്മൾ നേരത്തെ തൊട്ടേ പറഞ്ഞു തുടങ്ങിയതാണ്. അഷ്കർ, എന്തുകൊണ്ടാണ് ഇത് പരിഹരിക്കുമെന്ന് പറയുമ്പോഴും ഈ പ്രതിസന്ധിയുടെ ആഴം മനസ്സിലാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഉണ്ടാകുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഈ റിപ്പോർട്ട് തന്നെ കാണുമ്പോൾ ഇത്രയും കുട്ടികൾക്ക് സീറ്റ് കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം, അതെന്തുകൊണ്ടാണ് അവർക്ക് ബോധ്യപ്പെടാതെ പോകുന്നത്? പരിഹരിക്കുമെന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇതിൽ കുറച്ചു പേർക്കെങ്കിലും സീറ്റ് ഉറപ്പാക്കാനുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ടോ? സുജിയ, ഇത് ഗുഡ് മോർണിംഗ്. ഇത് ബോധ്യപ്പെടാത്തതിന്റെ വിഷയമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെയുള്ള ഒരു പരിഹാരം, മലപ്പുറം ജില്ലയടക്കം മലബാറിലെ സീറ്റ് പ്രതിസന്ധിക്കുള്ള ഏക പരിഹാരം അല്ലെങ്കിൽ ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് അധിക ബാച്ചുകൾ അനുവദിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ സർക്കാരുകൾ ചെയ്യുന്നത് അധിക സീറ്റുകൾ അനുവദിച്ച് കണ്ണിൽ പൊടിയിടുക എന്നുള്ള പ്രവൃത്തി മാത്രമാണ്. പലപ്പോഴും ആ സീറ്റുകൾ പോലും ഒരു ക്ലാസ്സിൽ 50 കുട്ടികൾ ഇരിക്കേണ്ടടുത്ത് ഇപ്പോൾ അധിക സീറ്റുകൾ അനുവദിച്ച വഴി ഒരു ക്ലാസ്സിൽ തന്നെ 65ഓളം വിദ്യാർത്ഥികളെ കുത്തി നിറയ്ക്കുന്ന ഒരു സാഹചര്യമാണ് മലബാറിൽ ഉടനീളമുള്ളത്. അത് സംവരണ സീറ്റുകളുടെ വിദ്യാർത്ഥികളൊക്കെ എത്തുമ്പോൾ പലപ്പോഴും അത് 70ലേക്ക് വരെ എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലെ മലപ്പുറം ജില്ലയിലടക്കമുള്ള സാഹചര്യം. ഈ സാഹചര്യത്തിലും അതിന് അധിക ബാച്ചുകൾ അനുവദിക്കുമ്പോൾ സ്വാഭാവികമായും സർക്കാരുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ സർക്കാർ തയ്യാറാകാത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ സർക്കാർ അത്തരത്തിലുള്ള സാമ്പത്തികമായ കാര്യം വെച്ചുകൊണ്ട് ഇത്തരത്തിൽ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിലാവുന്നത് വിദ്യാർത്ഥികളാണ്, ആശങ്കയിലാവുന്നത് രക്ഷിതാക്കളാണ്. നിലവിൽ ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ട കണക്ക് പ്രകാരം ഇന്ന് ഏകജാലകം വഴിയുള്ള സംസ്ഥാനത്തെ +1 അപേക്ഷകളുടെ അവസാന ദിവസമാണ് ഇന്ന്. പക്ഷേ ഇന്നലെ രാത്രി വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അപേക്ഷകൾ ലഭിച്ചിരിക്കുന്നത് മലബാറിലാണ്. ഒരു ഉദാഹരണത്തിന് അതിൽ ഈ ആകെ ലഭിച്ച അപേക്ഷകൾ പകുതിയിലേറെയും ലഭിച്ചിരിക്കുന്നത് മലബാറിലാണ്. പക്ഷേ അത് ഈ ഇവിടുത്തെ സീറ്റ് പ്രതിസന്ധിയുടെ ആഴം വെളിവാക്കുന്ന ഒരു കണക്കായി മാറി എന്നുള്ളതാണ്. ഉദാഹരണത്തിന് മലപ്പുറം ജില്ലയിൽ 79,730 വിദ്യാർത്ഥികളാണ് +1 SSLC പരീക്ഷ എഴുതി ഉപരിപഠനത്തിന് യോഗ്യത നേടിയത്. പക്ഷേ മറ്റ് സിലബസുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ കൂടി എത്തിയപ്പോൾ ഇപ്പോൾ തന്നെ അപേക്ഷകരുടെ എണ്ണം 80,343 അപേക്ഷകരായി കഴിഞ്ഞിരിക്കുന്നു. 80,343. പക്ഷേ ഈ മലപ്പുറം ജില്ലയിൽ സർക്കാർ എയ്ഡഡ് മേഖലയിൽ ഉള്ളത് ആകെ 52,600 സീറ്റുകൾ മാത്രമാണ്. 80,343 വിദ്യാർത്ഥികൾ അപേക്ഷിച്ച മലപ്പുറം ജില്ലയിൽ ആകെ ഉള്ളത് 52,600 +1 സീറ്റുകളാണ് സർക്കാർ എയ്ഡഡ് മേഖലയിൽ. ഇനി സർക്കാർ അധികമായി കണക്കൂട്ടുന്നത്, അഥവാ സർക്കാരിൻ്റെ ഔദാര്യമല്ലാത്ത സൗജന്യ പഠനം ലഭിക്കാത്ത അൺഎയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിലെ 11,300 സീറ്റുകൾ അതുകൂടി ഉൾപ്പെടുത്തിയാൽ പോലും 64,000-ഓളം സീറ്റുകൾ മാത്രമാണ് നിലവിലുള്ളത്. 17,000 വരുന്ന വിദ്യാർത്ഥികൾക്ക് നിലവിൽ തന്നെ മലപ്പുറം ജില്ലയിൽ സീറ്റുകളില്ല. സർക്കാരിൻ്റെ കണക്കുകൾ പ്രകാരം തന്നെ സീറ്റുകൾ ലഭിക്കാത്ത സാഹചര്യമാണ് ഉണ്ടാവുന്നത്. എല്ലാ വിഷയത്തിലും
A+ നേടിയ വിദ്യാർത്ഥിക്ക് പോലും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയമോ വിദ്യാലയമോ ലഭിക്കാത്ത സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കഴിഞ്ഞ തവണയും അത്തരമൊരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. പല വിദ്യാർത്ഥികളും കണ്ണീരോടുകൂടി നമ്മുടെ മെയ്ക്കിന് മുമ്പിലെത്തി കണ്ണീരോടുകൂടി പറയുന്ന കാഴ്ചകൾക്ക് നമ്മൾ സാക്ഷിയായിരുന്നു. സമാന സാഹചര്യമാണ് ഇത്തവണയും ആദ്യഘട്ട അലോട്ട്മെന്റിലേക്ക് കടക്കാൻ പോകുമ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. കാരണം മലപ്പുറം ജില്ലയിൽ മാത്രം 11,000-ലധികം വിദ്യാർത്ഥികൾക്കാണ് എല്ലാ വിഷയങ്ങളിലും അവർ പഠിച്ച് കഴിവ് തെളിയിച്ച എല്ലാ വിഷയങ്ങളിലും A+ നേടിയത്. പക്ഷേ അവർക്ക് ആവശ്യമുള്ള സീറ്റുകൾ ഈ ജില്ലയിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. അത് ഇപ്പോൾ ഈ ഏകജാലകം വഴിയുള്ള സർക്കാർ തന്നെ പുറത്തുവിട്ട കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഭീകരത കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ള തരത്തിലേക്കാണ്. സർക്കാർ സിലബസിന് പുറമെ മറ്റ് സിലബസുകളുള്ള CBSE, ICSE അടക്കമുള്ള മറ്റ് സിലബസുകളുള്ള വിദ്യാർത്ഥികൾ കൂടി ഇത്തരത്തിൽ +1 വേണ്ടി അപേക്ഷിക്കുമ്പോൾ ജില്ലകളിലുള്ള നമ്മുടെ ഹയർ സെക്കൻഡറി സംവിധാനത്തിലേക്ക് ഏകജാലകം വഴി അപേക്ഷിക്കുമ്പോൾ അതിൻ്റെ എണ്ണം വലിയ തോതിൽ ഉയരുന്നു. സ്വാഭാവികമായും സീറ്റ് പ്രതിസന്ധി അതിരൂക്ഷമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് വസ്തുത. സുജയ, അഷ്കർ അലി, തുടർ പഠനം അത് ഉറപ്പാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങി വിജയിച്ചു കഴിയുമ്പോൾ തുടർ പഠനത്തിനായി സ്വന്തം സ്ഥലത്ത് തന്നെ പ്രവേശനം ലഭിക്കുക എന്നതാണ് ഏത് വിദ്യാർത്ഥിയും അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ മാതാപിതാക്കളൊക്കെ ആഗ്രഹിക്കുക. ഇതൊന്നും അറിയാതെ അല്ലല്ലോ. അപേക്ഷകർ കുറവുള്ള ഇടങ്ങളിൽ സീറ്റുകൾ കിടക്കുന്നില്ലേ? അങ്ങനെ ഒരു സാഹചര്യം കൂടി നമ്മുടെ മുന്നിലില്ലേ? സുജ, കഴിഞ്ഞ തവണത്തെ സർക്കാർ വിദ്യാലയങ്ങളടക്കം 129ഓളം ബാച്ചുകളിൽ 25 വിദ്യാർത്ഥികൾ പോലും ഇല്ലാതെയാണ് കഴിഞ്ഞ തവണ സംസ്ഥാനത്ത് പ്രവർത്തിച്ചത്. അതിൻ്റെ വാർത്ത നമ്മൾ പുറത്തുവിട്ടിരുന്നു. കേരളത്തിലുടനീളം ഉള്ള കണക്കുകൾ പരിശോധിച്ചാൽ 99 സർക്കാർ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ 129 ബാച്ചുകൾ 25 വിദ്യാർത്ഥികൾ പോലും ഇല്ലാതെയാണ് കഴിഞ്ഞ തവണ സംസ്ഥാനത്ത് പ്രവർത്തിച്ചത്. അതിൽ 100ഓളം ബാച്ചുകളും പ്രവർത്തിച്ചത് തെക്കൻ കേരളത്തിലാണ് എന്നുള്ളൊരു പ്രത്യേകതയുമുണ്ട്. ഏത് ഘട്ടത്തിലാണ് എന്നുകൂടി നമ്മൾ ആലോചിക്കണം. മലപ്പുറം ജില്ലയടക്കം മലബാറിലെ ഒട്ടുമിക്ക ജില്ലകളിലും ഒരു ക്ലാസ്സിൽ തന്നെ 65-70 വിദ്യാർത്ഥികൾ പഠിക്കുന്ന സമയത്ത് 25 വിദ്യാർത്ഥികൾ പോലും തികയ്ക്കാൻ കഴിയാതെ സംസ്ഥാനത്ത് 129 ബാച്ചുകൾ കഴിഞ്ഞ തവണ പ്രവർത്തിച്ചു വരുന്നുണ്ടെന്നുള്ളത് സർക്കാർ തന്നെ ഔദ്യോഗിക രേഖയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ വ്യത്യാസം വരുന്നത് എന്നുള്ളതാണ് സ്വാഭാവികമായി ഉയർന്ന ചോദ്യം. മലബാറിനോട് സർക്കാരിന് ഇത്തരത്തിലുള്ള വിവേചനമുണ്ടോ എന്നുള്ള ആരോപണം പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കാൻ അടിത്തറയാകുന്നതും ഈ കാര്യം തന്നെയാണ്. ഇത്തരത്തിൽ 129ഓളം ബാച്ചുകൾ 25 വിദ്യാർത്ഥികൾ പോലും ഇല്ലാതെ പഠിക്കുമ്പോൾ അതിൽ പല ബാച്ചുകളും ഇത്തരത്തിൽ അഷ്കർ, ഇതിനകത്ത് ഒരുപാട് ചിന്തിക്കാനൊന്നുമില്ലല്ലോ. കൂടുതൽ, അതായത് ബാച്ചുകളുടെ എണ്ണം കൂട്ടാതെ സീറ്റ് എണ്ണം മാത്രം കൂട്ടിയിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. അത് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയതാണ്. അപ്പോൾ പ്രതിപക്ഷത്തെ കുറ്റം പറയുകയാണ്. ഇന്നത്തെ ഈ ഒരു അലോട്ട്മെന്റ് അല്ലെങ്കിൽ ഈ പ്രോസസ്സ് കൂടി കഴിയുമ്പോൾ സമരത്തിലേക്ക് ഇറങ്ങുകയാണോ? എന്താണ് പ്രതിപക്ഷം പറയുന്നത്? നമ്മൾ വിദ്യാഭ്യാസ മന്ത്രിയെ ട്രൈ ചെയ്തിരുന്നു, പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി ഇതുവരെ ഫോണിൽ ലഭ്യമായിട്ടില്ല. സുജയ, നേരത്തെ തന്നെ SKSFും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് അടക്കമുള്ളവർ വലിയ തോതിൽ പ്രക്ഷോഭവും രംഗത്തെത്തിയിരുന്നു. SKSF 2 തവണ ഇപ്പോൾ 2ാം ഘട്ട സമരം പൂർത്തിയാക്കി അവരെ 3ാം ഘട്ട സമരത്തിലേക്ക് SKSF പോവുകയാണ്. അത് സമാനമായ രീതിയിൽ തന്നെ 29-ാം തീയതി മലബാറിലെ 6 ജില്ലകളിലേക്കും മുസ്ലിം ലീഗ് കളക്ടറേറ്റ് മാർച്ചുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് ഈ കാര്യത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ മലപ്പുറത്ത് എത്തിയപ്പോഴും സമാന രീതിയിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. മുസ്ലിം ലീഗ് മാത്രമായിരിക്കില്ല, എല്ലാ പ്രതിപക്ഷ പാർട്ടികളെ മണിനിർത്തിക്കൊണ്ടുള്ള വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും തന്നെ സംഘടിപ്പിക്കുമെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം വ്യക്തമാക്കിയിരിക്കുന്നത്. സമാനമായ രീതിയിൽ തന്നെ ന്യൂനപക്ഷ രാഷ്ട്രീയ സംഘടനകളൊക്കെ തന്നെ വലിയ തോതിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് സമസ്തയും ഇപ്പോൾ പ്രതിഷേധം നേതൃത്വത്തിന്റെ പിന്തുണയോടെ തന്നെ SKSF അടക്കമുള്ളവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ അഥവാ ആദ്യഘട്ട അലോട്ട്മെന്റ് ഇനി ജൂൺ 5-നും 19-ാം തീയതി വരെ നീളുന്ന ഒരു പ്രോസസ്സ് 3 ഘട്ട അലോട്ട്മെന്റുകളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. പക്ഷേ ഈ അലോട്ട്മെന്റുകൾ കഴിയുന്നതോടും സ്വാഭാവികമായും ഈ സീറ്റ് ആവശ്യം എന്നുള്ളത് കൂടുതൽ ശക്തമാകും. അതുമാത്രമല്ല, ഇപ്പോൾ തന്നെ മലബാറിലെ പല സ്കൂളുകളിലും എയ്ഡഡ് സ്ഥാപനങ്ങളൊക്കെ തന്നെ മാനേജ്മെന്റുകൾ സീറ്റ് വിൽപ്പന കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു സീറ്റിന് ഈ ആശങ്ക മുതലെടുത്തുകൊണ്ട് ഒരു സീറ്റിന് 30,000 രൂപ മുതൽ 50,000, അത് 1,00,000 രൂപ വരെ ഈടാക്കിക്കൊണ്ടാണ് ഇപ്പോൾ +1 സീറ്റ് വിൽപ്പന തകൃതിയായി നടക്കുന്നത്. പക്ഷേ അത്രയും രൂപ ഈടാക്കിയിട്ട് പോലും ആ സീറ്റുകളൊക്കെ ഇപ്പോൾ തന്നെ ആദ്യഘട്ട അലോട്ട്മെന്റ് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ബുക്കിംഗ് ഫുള്ളായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. കാരണം അത്രത്തോളം പ്രതിസന്ധിയും ആശങ്കയും ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട കാര്യം. നമ്മളൊരു സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധിയുമായി ഇത്തരത്തിൽ ഒരു സീറ്റ് വേണമെന്ന വ്യാജേന ബന്ധപ്പെട്ടപ്പോൾ നമ്മളോട് പോലും ആവശ്യപ്പെട്ടത്, ഒരു സയൻസ് സീറ്റിന് ആവശ്യപ്പെട്ടത് 7A+ ഉള്ള വിദ്യാർത്ഥിക്ക് ഒരു വിദ്യാർത്ഥി എന്ന നിലയിലാണ് ഞങ്ങൾ സമീപിച്ചത്. അങ്ങനത്തെ ഞങ്ങളോട് ആവശ്യപ്പെട്ടത് 30,000 രൂപയായിരുന്നു. അതും നിലവിലുള്ള സീറ്റ് മുഴുവൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആർക്കെങ്കിലും മെറിറ്റിൽ അവസരം കിട്ടി പോയാൽ മാത്രം ആ ഒരു ഗ്യാപ്പിലേക്ക് ഈ 30,000 രൂപ കൊടുത്താൽ നിങ്ങളെ പരിഗണിക്കാം എന്നുള്ള ഒരു ഉറപ്പായിരുന്നു മാനേജ്മെന്റ് പ്രതിനിധി നൽകിയത്. ഇത്തരത്തിൽ ഈ ഒരു
ആശങ്ക ഒരു ഭാഗത്ത് ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ളതും വലിയൊരു കാര്യമാണ്. എന്നാൽ ആ ചൂഷണത്തെ പ്രതിരോധിക്കാനോ മറികടക്കാനോ സർക്കാർ സംവിധാനങ്ങൾ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യം. കണ്ണും കെട്ടി ഈ പ്രശ്നത്തെ മറികടക്കാനാണ്, ഇല്ലെങ്കിൽ കണ്ണടച്ച് ഇരുട്ടാക്കി മറികടക്കാനാണ് ഇപ്പോഴും സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രശ്നം പരിഹരിക്കേണ്ട ആവശ്യം ശക്തമായി ഉയരുന്നു. ഒരു ക്ലാസ്സിൽ 65ഉം 70ഉം വിദ്യാർത്ഥികൾ എത്തുമ്പോൾ എങ്ങനെയാണ് അവരെ പഠിപ്പിക്കാൻ സാധിക്കുക എന്നാണ് ഒരു അധ്യാപകർ ചോദിക്കുന്നത്. ആ അധ്യാപകരുടെ ചോദ്യത്തിന് മറുപടി പറയാൻ പോലും നിലവിൽ ഇതുവരെ സർക്കാർ സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അപ്പോഴാണ് സീറ്റ് പ്രതിസന്ധിക്ക് അധിക ബാച്ച് എന്നതിന് പകരം അധിക സീറ്റ് എന്നുള്ള നിലപാടിലേക്ക് വീണ്ടും സർക്കാർ നിലപാട് ഉറപ്പിക്കുന്നത്. സ്വാഭാവികമായും മലബാറിലെ സീറ്റ് ഓക്കെ. പ്രതിസന്ധി അതിരൂക്ഷമായി തന്നെ തുടർന്നു. വിദ്യാർത്ഥികളുടെ പഠന നിലവാരത്തെ അത് ബാധിക്കുന്നു. ഇഷ്ടപ്പെട്ട വിഷയമോ വിദ്യാലയമോ തെരഞ്ഞെടുക്കാൻ കഴിയാതെ വിദ്യാർത്ഥികൾ കണ്ണീരിന് ഇത്തവണയും നമ്മൾ സാക്ഷിയാകാൻ പോകുന്നു. സുജിയ. ഓക്കെ, അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങൾ നൽകിയത്. അഷ്കർ സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥികളുടെ കണ്ണീർ വീടരുത്, അതിനു മുൻപ് ഒരു പരിഹാരം സർക്കാർ ഉണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷ എനിക്കിപ്പോഴുമുണ്ട്. സീറ്റ് കുറവുള്ള അല്ലെങ്കിൽ കുട്ടികൾ കുറവുള്ള ഇടങ്ങളിലെ സീറ്റുകൾ അത് അധികമായി ആ ബാച്ചുകൾ അനുവദിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ നോക്കിക്കൂടെ എന്ന ഒരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. പ്രത്യേകിച്ചും ഇത്രയും കുട്ടികൾ പഠിക്കാൻ അവസരമില്ലാതെ നിൽക്കുമ്പോൾ അതൊന്ന് കാര്യമായി കാണേണ്ടതാണ്.